അങ്ങനെ ഒരു പാറയുടെ മണ്ട ഇരിക്കുകയാണ്. സംഭവം കൊള്ളാം. ചരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ കമ്പിയിലൊക്കെ പിടിച്ചോണം ഇറങ്ങിയാലേ അല്ലെ ഷൂ നേരെ പോയാലും അത് വീഴത്തില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുടുക്കുത്ത് പാറയിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ പാറയുടെ അടിവാരത്തെത്തിയിട്ടുണ്ട്. ഇനി പാറയുടെ മുകളിലോട്ട് പോവുകയാണ്. കാട്ടിൻ്റെ അകത്തുള്ളൊരു പാറയിലേക്ക് നമ്മൾ പോവുകയാണ്. കയറി തുടങ്ങുന്നുള്ളൂ കേട്ടോ. എത്രയോ സ്റ്റെപ്പുണ്ട്. എന്തായാലും സ്റ്റെപ്പൊന്നും ഞാൻ എണ്ണാൻ പോകുന്നില്ല. കിതയ്ക്കാതെ അങ്ങ് മേളിൽ ചെന്നാൽ മതിയായിരുന്നു. പിന്നെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. സാവധാനം കയറിയാൽ മതിയല്ലോ. എന്തിനാ നമ്മൾ ധൃതി നിന്നിട്ടുണ്ട്. പെയ്യെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവാം. വേണമെങ്കിൽ നമുക്ക് അവിടെ ഇതിലൊക്കെ ഒന്ന് ഇരിക്കാം. മഴ പെയ്തുകൊണ്ടൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം പായലായിരിക്കും കേട്ടോ. കേട്ടോ നമ്മൾ ഇങ്ങനെ കയറി പോകണം. കയറുന്നതനുസരിച്ച് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുത്തനുള്ള കയറ്റം തുടങ്ങി അയച്ചു തുടങ്ങി. കുത്തനുള്ള കയറ്റം തുടങ്ങും കേട്ടോ. പോകേണ്ട വഴി എന്ന് പറയുന്നത് ഇനി നമ്മൾ കണ്ട ഇനി സ്റ്റെപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വഴി അത്രയേ ഉള്ളൂ. അയ്യോ, ഞാൻ വിചാരിച്ചത് ആരാ തൂക്കുന്നതെന്ന്. ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ ആദ്യമേ ചെറിയൊരു വ്യൂ പോയിന്റാണ്. കാട്ടിനകത്തൂടെ കയറി പോകുന്നു. ഈ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നിസ്സാരമല്ല. അങ്ങനെ ആദ്യത്തെ വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പറയുന്നത് 3 ജില്ല കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. തമിഴ്നാടുണ്ട്, ആ തെങ്കാശി, ചെങ്കോട്ട ആ ഭാഗത്തിന് ആ മലനിരകൾ കാണാൻ പറ്റും. അല്ലാതെ ആ സ്ഥലമൊന്നും കാണാൻ പറ്റില്ല. അതിന് ബോർഡറായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ തിരുവനന്തപുരം 2 ജില്ലയേ ഉള്ളൂ. ബാക്കി കൊല്ലം നമ്മുടെ കൊല്ലമല്ലയോ. ഞാൻ നിൽക്കുന്നത് തന്നെ കൊല്ലത്തല്ലേ. ചിലർ പറയുന്നത് കൊല്ലം, എന്താ പറയുക, തിരുവനന്തപുരം, തെങ്കാശി. എനിക്ക് വന്ന് 2 ഉള്ളൂ. ഒന്ന് ബോർഡറായതുകൊണ്ട് തമിഴ്നാടാണ് ഊഹിക്കാം. പിന്നെ ഈ സൈഡ് പൊന്മുടിയുടെ ഭാഗം കാണാൻ പറ്റും. അപ്പം 2 ആയില്ലേ. ഞാൻ വിയർത്ത് കുളിച്ചോട്ടോ. ഇനിയും കയറണം. ടോപ്പിലോട്ട് എത്തുന്നതനുസരിച്ച് കയറുന്ന കാഠിന്യം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്തൊക്കെ സത്യത്തിലെ ഇപ്പോൾ ഫോണ് താഴെ പോയാൽ ഞാനിപ്പോൾ ഒരു പാറയുടെ അടിഞ്ഞ ഞാൻ
കഴിഞ്ഞ വർഷം ഇവിടെ എത്തിയപ്പോൾ ഫുള്ള് ചെള്ളായിരുന്നു. ഇതെല്ലാവരും കരിച്ചു കളഞ്ഞിട്ടുണ്ട്. അതെ, ഇതിനകത്തൊക്കെ ഒരു ഗുഹ പോലാണ് കേട്ടോ. കാണിക്കാം. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. കഷ്ടപ്പാടുണ്ട്, കയറി വരണം. കയറി വന്ന് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ്. സോളാർ പാനൽ വെച്ചേക്കുന്നത്. അവിടെ കാളുണ്ട്. നമ്മൾ ആദ്യം കണ്ട വ്യൂ പോയിന്റ് പോലെയല്ല, അത് കൂടുതലും കാടും എന്താ പറയുക അങ്ങനൊരു ഏരിയയാണ് കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയ കാണുന്നുണ്ട്. അത് അഞ്ചൽ കാണാൻ പറ്റുന്നുണ്ട്, ചടയമംഗലം പാറ കാണാൻ പറ്റുന്നുണ്ട്. ചടയമംഗലം പാറ കാണാൻ പറ്റും കേട്ടോ, പക്ഷേ ക്യാമറയിൽ ക്ലിയർ ഇല്ല. പക്ഷെ നേരിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ജടായുവിൻ്റെ ആ പക്ഷിശില്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ആകപ്പാട് 3 വ്യൂ പോയിൻ്റാണ്. പിന്നെ ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ അടിച്ചു പൊളിച്ച് ഒരു എന്താ പറയുക ഇത്രയും ഒരു ഏറ് കിട്ടും. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചാൽ മതി. ഏതെങ്കിലും പാറപ്പുറത്ത് കയറി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു സമാധാനത്തിൽ ഇറങ്ങിപ്പോവുക. കയറി വരുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് എല്ലാവർക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. നമുക്ക് അപ്പുറത്തെ വ്യൂ പോയിന്റിൽ പോയി നോക്കാം. ആൾ പോയിട്ടില്ല. പിന്നെ ഇവിടെ ഗുണ കേവ് അതിനെ പോലെ തോന്നിക്കുന്ന സ്ഥലമുണ്ട്. കൊടൈക്കനാൽ ഗുണ കേവ് പോലെ ആ ഒരു ചെറുതായിട്ട് തോന്നിക്കുന്ന ഈ പാറ ഇടുക്കുണ്ട്. നമുക്ക് ആ പാറ ഇടുക്കാനായിട്ട് വീപ്പിലോട്ട് പോകും. അങ്ങനെ ഒരു പാറയുടെ മണ്ടയിലിരിക്കുകയാണ്. സംഭവം കൊള്ളാം. പക്ഷെ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേരുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങോട്ടൊക്കെ വന്നിറങ്ങിക്കോ. ഒറ്റയ്ക്കൊക്കെ വരുവാണെങ്കിൽ ഇങ്ങോട്ടും വരണ്ട. ചിലപ്പോൾ ഒന്ന് മഴ പെയ്യ സമയത്തൊക്കെ വരുവാണെങ്കിൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പിടിച്ചു വേണം ഇറങ്ങിക്കളഞ്ഞിട്ട്. ഇതല്ല താഴെ പോയാൽ തീർന്നു, ചത്ത്. അയ്യോ, ഇതിൻ്റെ ഇടയിലോട്ട് അഗാധമായ കുഴിയാണ്. വീണ് കഴിഞ്ഞാൽ തീർന്നു. താഴോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടൊന്നും വന്ന് കളയരുത്. ഇപ്പം ഒരുപാട് പേരുണ്ട്, ശരി തന്നെ. പക്ഷേ തൊട്ടപ്പുറത്ത് വരെ നിൽക്കാം കേട്ടോ. ഞാൻ നിൽക്കുന്നിടത്ത് പോലും നിന്നൂടാ, പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് നല്ലൊരു കാറ്റടിച്ചാൽ ഒന്ന് ജസ്റ്റ് മുമ്പോട്ട് നാഞ്ഞാൽ മതി, പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കുടുക്കുത്ത് പാറയുടെ ഏറ്റവും മനോഹരമായൊരു വ്യൂ പോയിന്റ് നിൽക്കുകയാണ്. പക്ഷേ ഈ വ്യൂ പോയിന്റ് കുറച്ച് ഡേഞ്ചറാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ വ്യൂ പോയിന്റ് കുറച്ചിങ്ങനെ ചരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ
ഈ കമ്പിയിലൊക്കെ പിടിച്ചു വേണം ഇറങ്ങിയാലേ, അല്ലെ ഷൂ നേരെ പോയാലും അത് എഴുത്തില്ല. കാലൊന്നും മുടങ്ങിപ്പോയി. അയ്യോ, കറക്റ്റ് സമയത്തല്ലേ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കുരങ്ങന്മാർ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ കരിഞ്ഞിറങ്ങിയിരിക്കുകയാണ്, എന്നാലും ഫുള്ളും സേഫ്റ്റിയാണ് കേട്ടോ. അതാണ് ഈ കുടുക്കുത്തോറ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല സേഫ്റ്റി ഉണ്ട്. സേഫ്റ്റി ഇല്ലാത്ത സ്ഥലമുണ്ട് എൻ്റെ സൈഡിൽ, അത് അവിടെ ആൾക്കാർ കൂടുതലൊന്നും പോകാറില്ല, അതുകൊണ്ടാണ് അവർ അവിടെ ശ്രദ്ധിക്കാത്തത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെയും കൂടി ശ്രദ്ധിക്കണം, പറയാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ചുകൂടി താപ്പോട്ടെ, ഇപ്പോൾ താപ്പോട്ടെ പോയാ. ആണ് കുടുക്കുത്തുപാറയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സാധനം. കുടുക്കുത്തുപാറയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പാറ നല്ല വിശാലമായിട്ട് കാണാൻ പറ്റും. ആണ്ട് ആ സൈഡൊക്കെ പൊന്മുടിയാണ് കേട്ടോ. ആ പൊന്മുടിയുടെ ഭാഗങ്ങളിലാണ് കാണുന്നത്. ആണ്ട് ആ സൈഡെല്ലാം വനത്തിൻ്റെ ഉള്ളിലൊരു ഫീൽ കിട്ടണമെങ്കിൽ നിങ്ങൾ കുടുക്കുത്തുപാറ തന്നെ വരണം. ഓക്കെ, കണ്ടോ എന്നാ വ്യൂ പോയിൻ്റ് ആണെന്ന് നോക്കി. നല്ല ഹൈറ്റാണ് ഈ ഒന്നത്, ഈ പാറ ഭയങ്കരമായ വ്യൂ പോയിൻ്റാണ്. താഴേന്ന് ആൾക്കാർ കയറി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വൈകുന്നേരം 5 മണി വരെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ സമയം. എന്നാലും 5 മണിവരെ കാക്കണ്ട, നേരത്തെ വരിക. ഒരു 3 മണിയാകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ നിൽക്കാനൊക്കെ ഉള്ളൊരു സമയം കിട്ടും. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് മുകളിൽ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോൾ ശരിയല്ലല്ലോ. ഈ പാറ എന്ന് പറഞ്ഞൊരു അത്ഭുതം തന്നെയാണ്. കാരണം കാട്ടിൻ്റെ ഉള്ളിലൂടെ റൈഡ് ചെയ്ത് ഈ പാറയുടെ മുകളിൽ കയറി കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 30 രൂപ, ബൈക്കിനാണെങ്കിൽ 15 രൂപ. 5 മണി വരെ അല്ലേ? ആ, അപ്പോൾ രാവിലെയോ? രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 മണി വരെ. ആ, ടിക്കറ്റ് കൊടുക്കും 4 മണി വരെ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഈ മഴ ആയതുകൊണ്ടേ ഇങ്ങോട്ട് കയറ്റി വിടുമെന്ന് സംശയം ഉണ്ടായിരുന്നു. ഇല്ല, രാവിലെ ഒരു മഴ പെയ്യും. ആ, ഇന്നിപ്പോ ഒരൊറ്റ മഴ രാവിലെ പെയ്തു, അത് കഴിഞ്ഞിട്ട് മഴ പെയ്തു. കാരണം ചിലയിടത്തൊക്കെ അടച്ച്, ഇപ്പം പൊന്മുടിയിലൊക്കെ അടച്ച്, അതുകൊണ്ട് സംശയം ഉണ്ടായിരുന്നു. ആ, പോവാ, ശരിയെന്നാ. ഇവിടുത്തെ മാസ്റ്ററിൻ്റെ അടുത്താണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ, അതുപോലെ ടിക്കറ്റ് കൊടുക്കുന്ന സമയം 4 മണി വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 4 മണി കഴിഞ്ഞ് വന്നാൽ ഇവിടെ ടിക്കറ്റ് കിട്ടത്തില്ല, 4 മണിക്ക് മുമ്പ് വരണം. അപ്പം കുടുക്കുത്തുപാറ എന്ന് പറയുന്ന പാറയിൽ ഇതുവരെ ആരും വരാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും വരണം. കാട്ടിലൂടെ ഒരു റൈഡൊക്കെ ചെയ്ത്, കാറ് വരണം ഞാൻ പറയുന്നില്ല, കാർ ഒതുക്കിയിട്ട് നടന്നു വരേണ്ടി വരും. ഇനി അഥവാ ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുന്ന വണ്ടിയാണെങ്കിൽ കയറിക്കോ, കുഴപ്പമില്ല. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ റോഡ് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് ഇത് എന്തിരി റോഡ് ഇത് എന്നൊക്കെ പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യാത്രകളൊന്നും അവസാനിക്കുന്നില്ല, അടുത്ത യാത്രയിൽ നമുക്ക് കാണാം. ബൈ.